മനുഷ്യർക്കിടയിൽ എവിടെ നോക്കി നിങ്ങളിൽ ആലോചിച്ച് നോക്കും, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും അവർക്ക് ടെൻഷനാണ്, ഒരു സ്വസ്ഥതയില്ല. അങ്ങോട്ട് നോക്കി അവിടെ പ്രശ്നം, ഇങ്ങോട്ട് നോക്കി അവിടെ പ്രശ്നം, അവിടെ RSSകാരനക്കറി, ഇവിടെ ബജറംഗുള്ളവരക്കറി, ഓനൊരു സ്വസ്ഥതയില്ല. എന്റെ ഭാര്യനെ മറ്റോൻ കയറി പിടിക്കുവോ, ഓൻ ഇസ്ലാമിലെ മെമ്പറാന്നാ പറയും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം, ഇസ്ലാം ആകുന്നതിനോട് കൂടി പിന്നെ ഓനൊരു സ്വസ്ഥതയില്ല. ഇതെന്തൊരു കഥയെ ഇതെന്തൊരു കഥയെ ഇത്, വല്ലാത്തൊരു ബേജാറ്. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ഈ മുഅ്മിൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? അമ്നിൽ നിന്നാണ് ഈമാൻ എന്നുള്ള പദം ഉണ്ടായത്. അമ്നിൽ നിന്ന് നിർഭയത്വം, സ്വസ്ഥമായി ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ സ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ, ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് മനുഷ്യർ. ഖുർആനിലെ സൂറത്ത് ഖസസിൽ കാറൂനിനെ പറ്റി പറഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. കാറൂനെ പറ്റി പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിലെ കൊള്ളരുതായ്മകളും ധിക്കാരവും രാജ്യദ്രോഹവും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയണം. ഭൂമി പിളർന്ന് കാറൂന്റെ സിംഹാസനവും കൊട്ടാരവും എല്ലാം നശിച്ച് തരിപ്പണമായി അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖുർആനിലെ 28-ാം അധ്യായം 83-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് ആർക്കുള്ളതാണ് സ്വർഗം? നമ്മളെല്ലാരും ഒന്ന് മനസ്സിലാക്കണം. ആർക്കുള്ളതാ സ്വർഗം? ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്ത, താൻപോരിമ നടിക്കാത്ത, അഹങ്കാരം നടിക്കാത്ത ആളുകൾക്കുള്ളതാണ് എന്ത്? സ്വർഗം. വഇദ്ദത്തിൽ മുത്തഖീൻ, സൂക്ഷ്മത പുലർത്തുന്നവർക്കാണ് ഒടുവിൽ സുഖകരമായ പര്യവസാനം. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രബോധനം. ഇപ്പൊ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ ഫ്ളാറ്റുകളിലൊക്കെ ധാരാളം അമുസ്ലിങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നുള്ള മലയാളികളായ ആളുകൾ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർ, ഉറുദു സംസാരിക്കാൻ അറിയുന്നവർ, അറബി അറിയുന്നവർ, മലയാളം അറിയുന്നവർ, തമിഴ് സംസാരിക്കാൻ അറിയുന്നവർ, വ്യത്യസ്തമായ ഭാഷ അറിയുന്നവർ, അവരെല്ലാം ഇതര മത സമൂഹത്തോട് ഇസ്ലാമിന്റെ ദൈവത്തെത്തിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്ര തുമ്പപ്പൂ പോലെ പരിശുദ്ധമായ ജീവിതം നയിച്ച പ്രവാചക തിരുമേനി ശത്രുക്കളോട് പോലും അടങ്ങാത്ത സ്നേഹം വെച്ച് പുലർത്തുകയും അവര് നന്നാകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത വല്ലാത്ത ഒരു മതം. അത് വല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് ഇന്ത്യയിലെ ഏതേത് തീവ്രവാദി ഭീകരവാദികളോടും നമ്മുടെ സമീപനം എന്താണ്? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയോട് പോലും നമുക്കുള്ള പടച്ചോനെ നമ്മുടെ പ്രാർത്ഥന എന്താ? അയാൾക്ക് ഹിദായത്ത് കിട്ടുന്ന ഒരു ദിവസം ഉണ്ടാവണേന്നാ, അയാളെ തട്ടാൻ പറ്റുന്ന നല്ലൊരു ദിവസം ഉണ്ടാക്കണേന്നല്ല. അല്ല അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ലാൽ കൃഷ്ണ അദ്വാനിക്ക് പടച്ചോനെ ഹിദായത്ത് കൊടുക്കണേ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അങ്ങനെയായിരുന്നു ഇസ്ലാം. എല്ലാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും അനുയായികൾ ചെന്നു, സ്വഹാബത്ത് ചെന്നു, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. ഓരോ ഗോത്രങ്ങളിലും പ്രവിശ്യകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തെത്തി. ഞാൻ നിങ്ങളോട് പറയുന്നത്, എത്ര ആധുനിക സംവിധാനങ്ങളുണ്ട്. ഇമെയിലിലൂടെ എത്ര ആളുകളുമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്, എത്ര പേരെ നമുക്ക് അവരുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. കൃത്യമായ ദീനിന്റെ പ്രബോധനം ഏതിനും, അത് മുഖ്യമന്ത്രിയാവാം, ആഭ്യന്തരമന്ത്രിയാവാം, ആരുമാവാം, ആരെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. അയാളോട് നമ്മൾ എന്ത് പറയും? നമുക്ക് പറയാനുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ചൊരു പടച്ചതമ്പുരാനുണ്ട് എന്ന് പറയാൻ. അങ്ങനെ ഒരാളെ കിട്ടിയാൽ അത് പറയാൻ. എന്റെ ജീവിതത്തിൽ ഒരുപാട് വേദികൾ പങ്കിട്ടപ്പോഴും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ആളുകൾ ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞ ദില്ലായിട്ട് നടക്കുകയാണ് കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ. അവിടെ പ്രദീപ് കുമാർ MLA കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിരീശ്വരവാദിയാണ്. അയാൾ പറഞ്ഞു, മതമില്ലാതെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കസേരയിലേക്ക് ഇങ്ങനെ ചേർന്ന് നിന്ന് എന്റെ 2 കൈവട്ടക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, സാർ, ജീവിതം ഇങ്ങനെ പ്രസംഗിച്ചങ്ങ് അവസാനിച്ചു പോവും. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഇസ്ലാമിനെയും മതത്തെയും വിമർശിച്ച് മുസ്ലിങ്ങളുടെ പ്രസംഗം കേൾക്കാതെ ഉദ്ഘാടകരായി പിന്നെ നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോവും. നിങ്ങൾ ഒരിക്കലും മതപ്രബോധകരുടെ പ്രസംഗം കേൾക്കാത്തവരാണ് നിങ്ങൾ, അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരിക്കൽ ഇസ്ലാമിനെ പറ്റി ശരിക്ക് കേൾക്കണം. അതിന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ എവിടെയുള്ള പവലിയനിൽ ഒരുപാട് ഇസ്ലാമിനെ കുറിച്ചുള്ള ചാർട്ടുകൾ വെച്ചിട്ടുണ്ട്. ആ ചാർട്ടുകൾ നിങ്ങളൊന്ന് വായിക്കണം. ആ ചാർട്ടുകളിൽ നിങ്ങൾക്ക് മതത്തെ ബോധ്യപ്പെടും. എന്താണ് ജീവിതം, എന്താണ് മനുഷ്യരുടെ സാമ്പത്തിക രംഗം, എങ്ങനെയാണ് മനുഷ്യർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. ഇതെല്ലാം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ആ പവലിയനിൽ അദ്ദേഹം
45-50 മിനിറ്റോളം ഓരോ ചാർട്ടും വായിച്ച് ഓരോ ഫ്ലക്സും വായിച്ച് മുന്നോട്ട് നീങ്ങി. എനിക്ക് മറ്റൊരു ഉദ്ഘാടനം ഉണ്ട് എന്ന് പ്രസംഗവേദിയിൽ പറഞ്ഞ മനുഷ്യൻ 45 മിനിറ്റ് അത് കണ്ട് നല്ല അഭിപ്രായം എഴുതി വെച്ച് അദ്ദേഹം കടന്നു പോവുകയാണ്. BJPയുടെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ള പവനിയനിൽ വന്ന് സാൽവേഷനിൽ വന്ന് തടമ്പാട്ടതായം. എന്നിട്ട് അദ്ദേഹം എല്ലാം കണ്ടിട്ട് എഴുതി വെച്ചു, ഇതാണ് ഇസ്ലാമെങ്കിൽ, ഇതാണ് മുസ്ലിങ്ങളെങ്കിൽ ആ ഇസ്ലാമിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? ഈ കഴിഞ്ഞ ദിവസം കായംകുളത്ത് 2000-ലധികം വരുന്ന അമുസ്ലിങ്ങളെ മാത്രം ആ കൊച്ചു പവലിയനിലൂടെ കയറിയിറങ്ങി 100 കണക്കിന് അമുസ്ലിങ്ങൾ എഴുതി വെച്ച പേപ്പർ കട്ടിംഗ് ഇന്നും ഞാൻ എന്റെ കൈകളിൽ സൂക്ഷിക്കുന്നു. ഈ പവലിയിൽ കയറിയിറങ്ങി ഇത് അവസാനിച്ചപ്പോൾ എനിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നി. ഇസ്ലാം അല്ലാത്തൊരു മതവും മതമല്ല എന്നെനിക്ക് തോന്നി. എന്ന് എഴുതി വെക്കുന്നു മഞ്ജു, എന്ന് എഴുതി വെക്കുന്നു രേവതി, എന്ന് എഴുതി വെക്കുന്നു ഭാസ്കരൻ. എത്ര പേർ, ഞാൻ അവരുടെ പേര് 2-3 പേര് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ ബാധ്യത, നമ്മുടെ സമ്പത്ത് ഇസ്ലാമിക ദേവത്തിന് വേണ്ടി ചെലവഴിക്കണം. നിങ്ങളോട് പലരോടും എനിക്ക് പറയാനുള്ള കാര്യങ്ങളിൽ ഒന്നതാണ്, നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടൂ. ഇസ്ലാമിക ദേവത്തെത്താത്ത മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ ബാധ്യതയുള്ള നാം ആലോചിക്കേണ്ട കാര്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ ഹദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഖുർആനിലെ 3-ാം അധ്യായം 64-ാമത്തെ വചനം, ഖുർആനിലെ 29-ാം അധ്യായം 46-ാമത്തെ വചനം, ഖുർആനിലെ 16-ാം അധ്യായം 125-ാമത്തെ വചനം, ഖുർആനിലെ 14-ാം അധ്യായം 52-ാമത്തെ വചനം, ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ വചനം. ജൂത ക്രൈസ്തവരെ, വ്യത്യസ്ത മതവിഭാഗങ്ങളെ, ബാല ജോർജ് ജോസഫേ ബാ, ഈ ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്ന് നീയും ഞാനും ഒരു ചർച്ച നടത്തിയാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ. നമുക്കിടയിലെ വൈരം എന്ന് പറയേണ്ടവരാ നമ്മൾ, അല്ലേ? കിട്ടാവുന്ന പരിമിതമായ സൗകര്യങ്ങളും പെർമിഷനുകളും ഏത് നാട്ടിലും ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുന്നിടത്ത് പോലും അമാന്തം കാണിക്കുന്നവരോട് നാളെ മഹ്ശറയിൽ നിങ്ങൾ വരുമെന്ന ഒരൊറ്റ വാക്ക്, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുമ്പോൾ അല്ലാഹനെ മാത്രം പേടിക്കാൻ, വേറൊരാളെയും പേടിക്കരുത് എന്ന് പടച്ച തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു. അല്ലാഹ് ചോദിക്കും, എന്റെ അനുഗ്രഹങ്ങളും നിയമത്തുമുണ്ടായ മണ്ണിൽ നിങ്ങൾ എത്രത്തോളം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് അതിനൊരുങ്ങി തയ്യാറായി വന്ന പ്രബോധകന്മാരെ ഉപയോഗപ്പെടുത്താൻ അറിയാതെ പോയവരോട് നാളെ മലിക്കുൽ ജബ്ബാറായ റബ്ബ് ചോദിക്കും എന്ന വസ്തുത ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ നസീം, അതിക്രമകാരിയും നന്മക്ക് തടസ്സം നിൽക്കുന്നവരുമായ ഓരോരുത്തരും അവർക്കുള്ളതാ അല്ലാഹു പരലോകവും വിചാരണയും. അവർക്കുള്ളതാ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും മൻ റബ്ബിഹിം യൗമയിദിൻ ലമഹ്ജൂബൂൻ. പാപക്കറകൾ ചെയ്ത് മനസ്സ് കറുത്തുപോയവരെ നിങ്ങളും നിങ്ങളുടെ റബ്ബുമായി മറയിടപ്പെടും. അങ്ങനത്തെ ഒരു ലോകം വരാനുണ്ട്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനാ മുജാഹിദുകളോട് നമുക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദഅവത്ത് നിർവഹിക്കാൻ കഴിയും. എനിക്ക് ഏറെ സങ്കടം, മുജാഹിദായിട്ട് ഒരാൾ നരകത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഹതഭാഗ്യത ഈ മണ്ണിൽ വരല്ലോ. മുജാഹിദ് മെമ്പറാകാൻ അവസരം ഉണ്ടായിട്ട്, ഈ ആദർശം മനസ്സിലാക്കിയിട്ട് നാളെ നരകത്തിൽ പോകേണ്ടി വരുന്നൊരവസ്ഥയോളം വൈകാരികമായൊരവസ്ഥ, പൈശാചികമായൊരവസ്ഥ, ഭീകരമായൊരവസ്ഥ വേറില്ല. അതുകൊണ്ട് മുജാഹിദുകളോട് നമുക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയില്ല. നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ആ ബാധ്യത ഈ മനുഷ്യർ, നിങ്ങൾക്ക് സങ്കടം തോന്നുന്നില്ലേ? ആളുകൾ മരിച്ചു പിരിയുന്ന വാർത്തകൾ. കഴിഞ്ഞ ദിവസം സുകുമാർ ഹൈക്കോടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ മനസ്സിനോട് ചോദിച്ചു, ഇതാ 10-90-19 വയസ്സിലധികം ജീവിച്ചിട്ട് തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ തന്നെ ഞാൻ പറയാം, സഹോദരങ്ങളെ,
ശിർക്കിലായി മരിച്ചുപോയി. ദാമ്പത്യം എന്താണെന്നറിഞ്ഞില്ല, ജീവിതം എന്താണെന്നറിഞ്ഞില്ല, ഒരുപാട് എഴുതിക്കൂട്ടി. സാഹിത്യ ലോകത്തിന്റെ തമ്പുരാനായി, പക്ഷെ മഹാനായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനത്തെ എത്ര ആളുകൾ. കമലാദാസ് അവർ ഇസ്ലാമിലേക്ക് വന്നു. അള്ളാഹു അവരത് കബൂൽ ചെയ്യട്ടെ. എത്ര ആളുകൾ, രാഷ്ട്രീയക്കാർ, നിരീശ്വരവാദികളും യുക്തിഗതവാദികളുമായി മരിച്ചുപോയാൻ വിധിക്കപ്പെട്ടവർ അല്ലേ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ മണ്ണിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ ഭരിക്കുന്ന നമ്മുടെ നായകന്മാർ, രാഷ്ട്രീയക്കാർ, അവർക്കാരാ ഇനി ദൈവത്തെത്തിക്കുക? ഇനി ഒരു പ്രവാചകൻ വരാനില്ലട്ടോ. ഇസ്ലാം ഭീകരമല്ല എന്ന് പറയാൻ ബാധ്യസ്ഥ നമ്മളാ. കയറി ചെല്ലണം. ഓരോരുത്തരും MLA ക്വാർട്ടേഴ്സിൽ, MP-യുടെ ക്വാർട്ടേഴ്സിൽ, മുഖ്യമന്ത്രിയുടെ ക്വാർട്ടേഴ്സിൽ, പാർലമെന്റിൽ, നിയമസഭയിൽ കയറി ചെല്ലണം. കിട്ടുന്ന സന്ദർഭങ്ങൾ അള്ളാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കണം. ഫിറൗനിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് റബ്ബിലേക്ക് ക്ഷണിച്ച മൂസാ നബിയുടെ പാരമ്പര്യം, വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഅൗഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് തിരഞ്ഞെടുത്ത മാതൃകായോഗ്യരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ വഴി വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം 73-ാമത്തെ വചനം നാം ഓർക്കുക. സഹോദരങ്ങളെ, ധാരാളം ദീനീ സംരംഭങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് മീഡിയകളെ, പബ്ലിക്കിലെ പ്രഭാഷണങ്ങളൊക്കെ കേരളത്തിൽ ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ ഒരുപക്ഷെ അവസാനിച്ചു പോകും. അവിടേക്കാണ് കാര്യങ്ങളുടെ നീക്കം. എവിടെ നോക്കിയാലും യഥാർത്ഥ ഇസ്ലാമിന്റെ ചലനങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. നാം നമ്മുടെ ഇസ്സത്ത് തിരിച്ചറിയണം. നല്ലത് പെരുമാറുന്ന, നല്ലത് പറയുന്ന, നല്ലതിനു വേണ്ടി ജീവിക്കുന്ന, നല്ല കാര്യങ്ങളുള്ളവർ നമ്മളാകണം. സ്നേഹമാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ച വല്ലാത്തൊരു വികാരം. എന്തിനോടും ഇർഹമു മൻ ഫിൽ അർളി ഇർഹമകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു തായ്വരയിൽ, ഞാൻ എന്റെ വിഷയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്, ഒരു തായ്വരയിൽ നബിക്ക് ടെന്റ് കെട്ടി നബിയെ വിശ്രമിപ്പിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ അവർ ആ പ്രദേശത്ത് തീയിട്ടു. റസൂലുള്ളാഹി കാണുകയാണ്, ദൂരെ നിന്ന് ഓടി വരികയാണ് പ്രവാചകൻ. ഓടി വന്നിട്ട് ആ തീ കത്തിച്ച പ്രദേശത്ത് നോക്കുമ്പോ ഉറുമ്പുകൾ ഇങ്ങനെ എഴഞ്ഞു പോവുകയാണ്, ഉറുമ്പുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വഴിയടയാളങ്ങളിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപാകുലനായി. ആരാ ഇത്? ഇവിടെ തീയിട്ടതാരാ? സ്വഹാബികളാകെ ബേജാറായി. നബിയുടെ കണ്ണുകൾ ചുവന്നു, നബിയുടെ കോപം പുറത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാരമായി സംസാരിച്ചു, തീയണയ്ക്കാൻ പറഞ്ഞു. സ്വഹാബികൾ വേഗത്തിൽ ആ തീയണച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കി, പടച്ചവനെ, ഒരൊറ്റ ഉറുമ്പ് പോലും അഗ്നിക്കിരയാകാതെ അതിനെ രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്ക് സ്തുതി. ഏതായി റസൂലല്ലാഹ്? ഒരു ഉറുമ്പിനെ പോലും തീയിട്ട് കരിക്കരുതേ എന്ന് ലോകത്തെയും മനുഷ്യന്മാരെയും പഠിപ്പിച്ച പ്രവാചകൻ ഒട്ടകത്തിന്റെ പിന്നാലെ നടന്നു പോകുമ്പോ അതിന്റെ കയറൊരൽപ്പം വേഗതയിൽ വലിച്ച ആയിഷയോട്, ആയിഷ, ആ മിണ്ടാ പ്രാണിയോട് കരുണ കാണിക്കണേ ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു ഒട്ടകൻ റസൂലുള്ളാഹിനെ കണ്ടപ്പോ കരഞ്ഞു. നബിയുടെ മുഅ്ജിസത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചെന്നു. ഒട്ടകത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ആ ഒട്ടകം പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, എന്നെ എന്റെ യജമാനൻ പീഡിപ്പിക്കുന്നു, എന്റെ യജമാനൻ എന്നെ പീഡിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിക്കാണ്, ഏയ്, ഈ ഒട്ടകത്തിന്റെ പരിപാലകനാരാണ്? ഒരു വൃക്ഷ ചുവട്ടിൽ കിടക്കുന്നയാൾ ഓടി വന്ന് പറഞ്ഞു, നബിയെ, ഞാനാ. നീ അള്ളാഹുവിനെ പേടിച്ചോ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. സഞ്ചരിച്ചു കൊണ്ടിരുന്ന മൃഗങ്ങളുടെ മാംസം അരിഞ്ഞെടുത്ത അറബ് ജനതയോട് അത് പാപമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നാക്കാലികളെ കൂട്ടിവെച്ച് സ്റ്റേജ് കെട്ടിയവരോട് അത് പാടില്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അതേ, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഹു ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിളവാന. വിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായം 29. മുഹമ്മദ് നബിയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും കാഫിറുകളോട്, നിഷേധികളോട്, സത്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരോട് ശിദ്ദത്ത് പുലർത്തുകയും റഹമാഹു ബൈനഹും, അവർക്കിടയിൽ, ഒരേ ആശയക്കാർക്കിടയിൽ കാരുണ്യത്തോടുകൂടി വർത്തിക്കുകയും ചെയ്തു. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ,
എല്ലാ കുഫറിനോടും രാജിയാവാം, എല്ലാ ശിർക്കിനോടും രാജിയാവാം, സംഗീതം അരങ്ങ് തകർക്കുന്ന ഹറാമിനോട് രാജിയാവാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആദർശവാദിയോട് വെറുപ്പ് നെഞ്ചകത്ത് പുലർത്തുന്നവരോട് ഒരു വേള നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പഠിക്കണം, മനസ്സിലാക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആശയപരമായി ആദർശപരമായി ജാഗ്രത പുലർത്തുക, സ്വഭാവത്തിൽ പരിശുദ്ധത പാലിക്കുക, പെരുമാറ്റത്തിൽ മാന്യത പാലിക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ വചനങ്ങൾ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർക്ക് ഒരുപക്ഷെ ആതിഥ്യ മര്യാദ അറിയുണ്ടാവില്ല. അതിഥി ആരാണെന്നും അതിഥിയെ സൽക്കരിക്കുന്നതിന്റെ മഹാത്മ്യം എന്ത് എന്നും ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ആഹരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട് എന്ന് 33:21 പഠിപ്പിച്ച് വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നതിനെ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാഹുവിന്റെ റസൂൽ ഉപേക്ഷിച്ചതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടൽ പുണ്യമായി പഠിപ്പിച്ചു, മീശ വെട്ടൽ പുണ്യമായി പഠിപ്പിച്ചു, താടി നീട്ടൽ പുണ്യമായി പഠിപ്പിച്ചു, ബാത്റൂമിൽ ഇടതുകാല് വെച്ച് കയറൽ പുണ്യമായി പഠിപ്പിച്ചു, റോട്ടിലെ കല്ല് നീക്കൽ പുണ്യമായി പഠിപ്പിച്ചു. നബിദിനം പുണ്യമായി പഠിപ്പിച്ചില്ല. നഖം വെട്ടുന്നതിന്റെ പല്ല് തേക്കുന്നതിന്റെ ബാത്റൂമിൽ ഇടതുകാല് വെച്ച് പ്രവേശിക്കുന്നതിന്റെ പുണ്യമില്ല. ബിദ്അത്താകുന്ന നബിദിനത്തിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചവർ മനസ്സിലാക്കണം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂലുള്ളാഹി പറയാണ്, നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു പ്രവൃത്തി ഒരാൾ ദീനിന്റെ പേരിൽ ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഇങ്ങനെ ബിദ്അത്തിനെ കുറിച്ച്, സുന്നത്തിനെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച്, ദാമ്പത്യത്തെ കുറിച്ച്, കുടുംബജീവിതത്തെ കുറിച്ച്, നല്ലൊരു പിതാവാകുന്നതിനെ കുറിച്ചെല്ലാം ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചു. ഇത് ഉൾക്കൊള്ളാൻ ഒറ്റ അപേക്ഷ എനിക്കുള്ളത്, ഖുർആൻ വായിക്കണം. രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഖുർആൻ വായിച്ചിട്ടല്ലാതെ കിടക്കില്ല. പല ആളുകളുമുണ്ട്, വന്നിട്ട് കുളിച്ചിട്ടല്ലാതെ കിടക്കാറില്ല, സുഗന്ധം പൂശിയിട്ടല്ലാതെ കിടക്കാറില്ല, അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ കിടക്കാറില്ല, വിരി മുട്ടിയിട്ടല്ലാതെ കിടക്കാറില്ല. എല്ലാം ചിട്ടയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കാൻ എന്തുകൊണ്ട് ഈ ചിട്ട ഉണ്ടായില്ല? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയത്തെ മൂടിയിട്ട് വെച്ചിരിക്കുകയാണോ? അവരുടെ ഹൃദയം എന്താ അവർ തുറക്കാത്തത്? അവരുടെ ഹൃദയം മണിച്ചിത്രത്തായിട്ട് പൂട്ടിയിരിക്കുന്നുവോ? വേദം പഠിക്കാത്തതെന്തോ ദുർജനം, മൂടിക്കിടക്കയോ മർത്തിന്റെ മാനസം എന്ന് 40-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്. വിശ്വാസികളെ, മുസ്ലിങ്ങളെ, യുവാക്കളെ, ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം സൗഭാഗ്യമായി ലഭിച്ച ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ സമ്മാനമായി ലഭിച്ച യുവാക്കളെ, നാട്ടിൽ പലതും ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഓച്ചിറയിലെ കരുനാഗപ്പള്ളിയിലെ ദി ലൈറ്റ് എന്ന് പറയുന്ന ആ എക്സിബിഷനിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അതിന്റെ പ്രവേശന കവാടത്തിൽ 3-4 ചെറുപ്പക്കാര് ബേഡ്ജ് കുത്തി നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോ അവരെ സലാം പറഞ്ഞു വന്നിട്ട് ചോദിച്ചു, ഞങ്ങളെ അറിയുമോ? ഞങ്ങൾ ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിൽ അത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച RSSന്റെ പ്രവർത്തകരാണ്. സുബ്ഹാനല്ലാഹ്, മലേഷ്യയിൽ നിന്ന് മണികണ്ഠം വിളിക്കുന്നു, ഉസ്താദേ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. കിസൈസിൽ നിന്ന്, ഈ പ്രദേശങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ ദീൻ സ്വീകരിച്ച ഒരുപാട് പേരെ കാണുമ്പോ എന്റെയും നിങ്ങളുടെ ഈ യൗവനം മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അതുപോലെ ഹറാമുകൾ തിന്നാത്ത നമ്മുടെ ഈ ശരീരം ഇത് അല്ലാഹുവിന് സമർപ്പിക്കപ്പെട്ടതാവണം. പടച്ചോന്റെ മുമ്പിൽ നാളെ പറയാൻ കഴിയണം, കൂടെ ജീവിച്ച് 16 കൊല്ലം നമ്മളോടൊപ്പം ജോലി ചെയ്ത ദേരയിലെ, ബർദുബായിലെ, ഷാർജയിലെ, അതുപോലെ ഫുജൈറയിലെ, ഉമ്മുക്കുവയിലെ, സൗദി, അതുപോലെ തന്നെ അബുദാബിയിലെ ഒരമുസ്ലിം നമ്മുടെ റൂമിൽ കിടന്നിട്ട് 18 കൊല്ലമായി അവൻ വിഗ്രഹാരാധകനായി ജീവിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മധുരം നുകരാൻ, പകർന്നു കൊടുക്കാൻ 5 മിനിറ്റ് ചെലവഴിക്കാത്തവരെ നാളെ ഈ സഹോദരൻ മഹ്ശറയിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹും. അല്ലാഹു പറയാണ്,
ഖുർആൻ 5-ാം അധ്യായം 54-ാമത്തെ വചനം. നിങ്ങൾ ഈ പ്രവൃത്തിയൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുക. ചില ആളുകൾ വീണത് വിദ്യയാക്കും. അച്ഛൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന്. മനസ്സിലായില്ലേ? പരിപാടി നടത്താനും ഇസ്ലാം പറയാനും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അതിനെതിരെ ചെറിയ ബലക്കൂടി ഉണ്ടായാലോ അല്ലല്ലാ, പിന്നെ കിടന്നുറങ്ങി. കേട്ടോ, കരുതിക്കൊളി. അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് കരുതിക്കൊളി. ശിക്ഷ എന്ന് പറഞ്ഞാൽ സുനാമിന്റെ രൂപത്തിലൊന്നല്ല വരിക, വ്യക്തി അനുഭവിക്കുന്ന ശക്തമായ പിരിമുറുക്ക റബ്ബിൽ നിന്ന്. പിന്നെ പടച്ചോനെടുത്ത് ആക്കീത് പറഞ്ഞിട്ടുണ്ട്, അത് എന്നോടും നിങ്ങളോടും മുജാഹിദുകളോട്. നിങ്ങൾ പണി നിർത്തിയ ചങ്ങ് പോയാലേ അള്ളാന്റെ ദീൻ ഇവിടെ ഇല്ലാണ്ടാവുന്നില്ല. ഞാൻ കൊണ്ടുവരുവിടോ മറ്റൊരു ടീമിനെ കൊണ്ടുവരും. ആവില്ല അവർ നിങ്ങളെപ്പോലെ. ആക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാത്ത നട്ടലുള്ള ആൺകുട്ടികളെ ഞാൻ കൊണ്ടുവരും. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന. ഏത് ലോകത്തിന്റെ തമ്പുരാന്റെ ഇഷ്ടം, രാജാക്കന്മാരുടെ ഇഷ്ടമല്ല. ദർബാറുകൾ ഭരിക്കുന്ന രാജാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, ആകാശഭൂമികളുടെ തമ്പുരാന്റെ ഇഷ്ടം.